ഹായ് ഗായ്സ്, മൈ ഫ്രണ്ട്. ഞാൻ പിന്നെയും വന്നു. ആം, കഴിഞ്ഞ ദിവസം എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വന്നു. എൻ്റെ ആരാധകർ 2-3 പേര് എനിക്ക് ആരാധകരായിട്ട് കിട്ടിയിട്ടുണ്ട്. ആ ആരാധകരുടെ അഭ്യർത്ഥന പ്രകാരം ഞാൻ ഇന്ന് പുതിയ വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് വിശേഷങ്ങളൊക്കെ പറയാം. കുറച്ച് സമയമേ ഉള്ളൂ. എന്നും ഡ്യൂട്ടിയാണ്. അപ്പം ഡ്യൂട്ടിയുടെ ഇടയിൽ കിട്ടുന്ന എൻ്റെ പാചകം കഴിച്ചിട്ട് ഇപ്പം ഞാൻ ഒരു പോർക്ക് കറി വെച്ചു. അത് അൺസക്സസ് ആയി. എൻ്റെ വിഷമത്തിൽ ഞാനിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇടുവാണ് ഈ വീഡിയോ. നിങ്ങൾ ലൈക്ക് ചെയ്ത് എൻ്റെ വിഷമം മാറ്റി തരണം കേട്ടോ. കൊള്ളാം, നല്ലതായിട്ടുണ്ട്. ഐ എം പ്രൗഡ് ഓഫ് മീ. എന്തായാലും UK ഇപ്പം മഴയാണ്. കണ്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ, മഴയാണ്. എല്ലാവരും UK എല്ലാവരും, എനിക്ക് തോന്നുന്നു, എനിക്കറിയത്തില്ല കൂടുതലായിട്ടും, പക്ഷേ എന്നാലും UK എല്ലാവരും ഏകദേശം കാത്തിരിക്കുന്നൊരു സമയമാണ് ഈ സമ്മർ സമയം. ഈ സമ്മർ സമയത്ത് എന്താ പറയുന്നത്, ഇപ്പം ഞാൻ ആദ്യം വന്ന സമയത്ത് ഇത്രയും സമ്മറായിരുന്നെങ്കിൽ അതിൻ്റെ അടുത്തുള്ള വർഷത്തിൽ ഇത്രയും സമ്മറായി, അതിൻ്റെ അടുത്തുള്ള വർഷത്തിൽ ഇത്രയും സമ്മറാകാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 3 വർഷമായിട്ടുള്ള വന്നിട്ട്. അപ്പം ഞങ്ങൾക്ക് എന്താ പറയുന്നത്, നമുക്കൊരു നല്ല ഡ്രസ്സ് ഇടണമെങ്കിൽ പോലും നമുക്ക് സമ്മർ ആകുമ്പോഴാണ് നമുക്ക് കൂടുതലും സമ്മർ വരുമ്പോൾ നമ്മൾ അതൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് നടക്കാനായി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വന്ന സമയത്ത് നിങ്ങൾക്ക് കേൾക്കണ ഒരു കാര്യം, ഞാൻ എന്താ പറയുന്നത്, ഞങ്ങൾ വന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ നാട്ടിലെ ചൂട് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങുമ്പം തന്നെ, അപ്പോൾ അതായത് ഞാൻ സമ്മർ തുടങ്ങുന്ന സമയത്താണ് വന്നത്. ആ സമയത്ത് ഞാൻ പഫി ജാക്കറ്റൊക്കെ ഇട്ട്, ഞാൻ മാത്രമല്ല, എൻ്റെ കുറേ ഫ്രണ്ട്സുണ്ട്. ആ ഫ്രണ്ട്സിനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഓരോരുത്തരെ, അവർക്ക് ഇഷ്ടമാണെങ്കിൽ. അപ്പം അങ്ങനെ എന്താ പറയുന്നത്, അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരും ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് 2-3 കുറച്ച് പേര് ഇങ്ങനെ നടന്നു പോകുമ്പം ഇവിടെ ഉള്ള ആൾക്കാർ ഞങ്ങളിങ്ങനെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കും. ഓ ദൈവമേ, ഇവർ ഈ സമ്മർ സമയത്താണോ ഇങ്ങനെ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കുന്നത്? ആ സെയിം രീതിയിൽ തന്നെ ഞങ്ങളും അവരെ നോക്കും. ഈ തണുപ്പത്ത് നമുക്കറിയാം ഓൾറെഡി ഇവർ തണുപ്പ് സ്ഥലത്താണ്, ഇത് തണുപ്പല്ല, അവരുടെ തണുപ്പല്ല. നമുക്ക് ഇതിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്ന, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വന്നവരുടെ നമ്മളുടെ ഫ്രണ്ട്സിൻ്റെ കസിൻസൊക്കെ ഉണ്ടല്ലോ. എനിക്ക് അങ്ങനെ ആരുമില്ല. അങ്ങനെ കസിൻസൊക്കെ, അവരൊക്കെ ഇങ്ങനെ പറയും, ഇതാണോ നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്ത തണുപ്പ്, അപ്പം നിങ്ങൾ തണുപ്പ് വന്നാൽ അത് എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്താ പറയുന്നത്, അപ്പം ഞങ്ങളിങ്ങനെ ഇവരെ ഇങ്ങനെ നോക്കും. ഈ തണുപ്പത്ത് സ്ലീവ്ലെസ്സും എന്താ പറയുന്നത്, ഇവരുടെ തുണിയൊക്കെ അറിയാമല്ലോ, ആ തുണിയൊക്കെ ഇട്ട് ഇവരിങ്ങനെ നടക്കുന്നു. ഞങ്ങളിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നു, അവർ ഞങ്ങളിങ്ങനെ അത്ഭുതത്തോടെ നോക്കുന്നു. അതായിരുന്നു ആദ്യത്തെ വർഷം. 2ാമത്തെ വർഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ ഇട്ട്, ഞാൻ സ്റ്റൈലായിട്ട് ഡ്രസ്സൊക്കെ ഇടാൻ ശ്രമിച്ച് അങ്ങനെയൊക്കെ പോയി 2ാമത്തെ വർഷം. 3ാമത്തെ വർഷം ആണ് ഇത്. ഈ 3ാമത്തെ വർഷം എനിക്ക് തോന്നുന്നു സമ്മർ വളരെ കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നുന്നു, ഫീൽ ചെയ്യുന്നു. എനിക്ക് അറിയത്തില്ല, ദൈവമേ കുറയരുത് എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം ഈ മഴയൊക്കെ ആയിട്ട് സമ്മറാന്ന് പറയുന്നു ഈ സമയത്ത്, പക്ഷേ ഭയങ്കര മഴയാണ് സുഹൃത്തുക്കളെ. ഇന്ന് മഴയെല്ലാം നനഞ്ഞു. ഞാൻ കുളിച്ചു. അങ്ങനെ കുളിക്കാത്ത ഞാനിന്ന് കുളിച്ചു. ചുമ്മാറിന കേട്ടോ, ഞാൻ ഇന്നും കുളിക്കും. തല കുളിക്കത്തില്ല. ഇന്ന് ഞാൻ ഒത്തിരി നനഞ്ഞു, അത് കാരണം ഞാൻ തലയൊക്കെ കുളിച്ചു, മുടിയൊക്കെ ഉണങ്ങി. സൂപ്പറായില്ലേ? അങ്ങനെ എന്നിട്ട് ഞാൻ വന്ന് പോർക്ക് കറി വെച്ചു. എന്നിട്ട് പോർക്ക് കറി സക്സസ് ആയില്ല. എന്നിട്ട് ഞാൻ വന്നു വീഡിയോ, എൻ്റെ ഫ്രണ്ട് വിളിച്ചു. ആ ഫ്രണ്ട് പറഞ്ഞു, ആരാധകരുടെ ശല്യമുണ്ട് എനിക്ക് എന്നൊക്കെ പറയണ്ട. അങ്ങനെയൊക്കെ ഞാൻ കേട്ട് സന്തോഷിച്ച്. അപ്പം ഒരാരാധകരെങ്കിലും എൻ്റെ അമ്മ എൻ്റെ ആരാധികയായി കേട്ടോ. അപ്പം അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ആരാധികയായി, വേറൊരു ഫ്രണ്ട് ആരാധികയായി. അപ്പം എന്താ പറയുന്നത്, അപ്പം 2-3 ഫ്രണ്ട്സിനെ കിട്ടി എനിക്ക് ആരാധകരായിട്ട്. എനിക്ക് 2-3 പേരെ കിട്ടി. അപ്പം എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എന്നെ
ഒരു വിലയില്ല. എൻ്റെ മോൻ, എൻ്റെ വേറൊരു മോൻ, എൻ്റെ ഹസ്ബൻഡ്, വിലയില്ല. ഞാനിനി യൂട്യൂബിലൊക്കെ വലിയ സ്റ്റാറായി എന്നോടെല്ലാവരും സെൽഫി എടുക്കാൻ പറയുമ്പം പഠിക്കും. എന്തായാലും ഇന്നിത്രേ ഉള്ളൂ. മഴ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അല്ലല്ലോ ഞാൻ വീഡിയോ ഇടുന്നത്. മഴ അടിപൊളിയാണ്, ഭയങ്കര സൂപ്പറാണ് മഴ എന്നൊക്കെ പറയാൻ എനിക്കിഷ്ടമില്ല. കാരണം ഞാൻ ഇന്ന് മഴ നനഞ്ഞ്, ഒരുപാട് മഴ നനഞ്ഞാൽ വന്നത്. എനിക്ക് തുമ്മലൊക്കെ ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷം കിട്ടിയ തുമ്മല. നാട്ടിൽ വെച്ചും എനിക്ക് ചെറിയ ഡസ്റ്റ് അലർജിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് കൂടി. ഡസ്റ്റില്ല പക്ഷേ ഇവിടെ, പക്ഷെ തണുപ്പായതുകൊണ്ടായിരിക്കും എനിക്കത് കൂടി. പക്ഷെ ഇന്ന് ഞാൻ നല്ല പോലെ മഴ കൊണ്ടിട്ട് എനിക്ക് ഇന്ന് തുമ്മൽ വരാനുള്ള സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് മഴ ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് മഴ. മഴയുടെ സൗണ്ട് ഇഷ്ടമല്ല. ഓരോ ഭയങ്കര എന്താ പറയുന്നത്, കഥാകൃത്തുക്കളും ഭയങ്കര പ്രകൃതിയോട് ഭയങ്കരമായ മറ്റേ കവിതയൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഭയങ്കര പ്രകൃതിയോട് സ്നേഹമൊക്കെ കാണിക്കുന്ന കുറേ ആൾക്കാർ. എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് പ്രകൃതിയോട്. പക്ഷെ നല്ല ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി വെയിലൊക്കെ തന്നൂടെ പ്രകൃതിക്ക്. നാട്ടിൽ ഇച്ചിരി ഞാൻ നാട്ടിൽ പോയായിരുന്നു ഒരു പ്രാവശ്യം കേട്ടോ. ആ സമയത്ത് ഭയങ്കര ചൂട്, ഇവിടെ ഭയങ്കര തണുപ്പ്. എങ്ങോട്ട് പോകും എന്നറിയാൻ വയ്യാത്ത ജീവിതം മനുഷ്യരുടെ. ദൈവമേ, നീ എവിടെയെങ്കിലും ഒരു ഇച്ചിരി സമാധാനമായൊരു ഒരു അന്തരീക്ഷം തരാമോ ജീവിക്കാനായിട്ട്? തരുമെന്ന് വിശ്വസിച്ചുകൊണ്ട്, നിങ്ങളുടെ ലൈക്കും കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ബൈ. നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം കേട്ടോ. ഞാൻ തമാശ പറഞ്ഞില്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ്. പ്ലീസ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ